എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ 2 റൈസും 100 ഗ്രാം ആണ്. പാത്രത്തിന്റെ സൈസ് നോക്കണ്ട, അത് നമുക്ക് സെയിം സൈസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ 100 ഗ്രാം റൈസ് കഴിച്ചാലാണ് നിങ്ങളുടെ വെയിറ്റ് കുറയാൻ ഹെൽപ്പ് ചെയ്യാന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും? പറഞ്ഞുതരാം. വാ, ഇത് ഫ്രഷ്ലി കുക്ക്ഡ് റൈസ് ആണ്. ഇത് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ച റൈസാണ്. സോ ഈ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ച റൈസാണ് നമ്മുടെ വെയിറ്റ് ലോസിന് നമ്മളെ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. അതിന്റെ കാരണം ഇതിൽ ഹൈ സ്റ്റാർച്ച് ആണ്. നമ്മൾ ഫ്രഷ്ലി കുക്ക് ചെയ്യുന്നതിൽ ഓവർനൈറ്റ് വെച്ചതിൽ സ്റ്റാർച്ച് കുറവായിരിക്കും. അത് 8 മണിക്കൂറോളം കൂൾ ചെയ്തുകൊണ്ട് അത് റെസിസ്റ്റന്റ് സ്റ്റാർച്ച് ആയിട്ട് മാറിയിട്ടുണ്ട്. സോ സിഗ്നിഫിക്കൻ്റ്ലി ഇതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് ഇൻസുലിൻ സ്പൈക്ക് കൂടുതലായിരിക്കും. ഏതിന്? ഫ്രഷ്ലി കുക്ക്ഡിന്. ഓവർനൈറ്റിന് ഇൻസുലിൻ സ്പൈക്ക് വളരെ കുറവായിരിക്കും. പിന്നെ ഇത് നമ്മുടെ ശരീരത്തിൽ ഒരു പ്രീബയോട്ടിക് ആയിട്ട് ആക്ട് ചെയ്യും. റെസിസ്റ്റന്റ് സ്റ്റാർച്ച് ആയതുകൊണ്ട് ഇത് ഫുള്ളി ഡൈജസ്റ്റ് ആകാതെ ആകുമ്പോൾ നമ്മുടെ ബോഡി കുറച്ച് കലോറിയെ അബ്സോർവ് ചെയ്യത്തുള്ളൂ. ഫ്രഷ്ലി കുക്ക്ഡ് 100 ഗ്രാം റൈസും ഓവർനൈറ്റ് 100 ഗ്രാം റൈസിന്റെയും കലോറി വരുന്നത് ഫ്രഷ്ലി കുക്ക്ഡ് 130 എങ്കിൽ ഓവർനൈറ്റ് കുക്ക്ഡ് 110 കലോറിയേ വരുന്നുള്ളൂ. ടോസിലും ആപ്ലിക്കബിൾ ആണ്, പാസ്തയിലും ആപ്ലിക്കബിൾ ആണ്. ഇനി നിങ്ങൾ ചൂസ് ചെയ്യുക, ഫ്രഷ്ലി കുക്ക്ഡ് റൈസ് വേണോ അതോ ഓവർനൈറ്റ് റൈസ് വേണോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയെന്ന് തോന്നിയെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് സെൽഫ് ഫിറ്റ് ഫുഡി. ബൈ.